ഹായ്, അലീനമോണി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് ഞാൻ കരുതും. ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. ഇന്ന് കുക്കിംഗ് ഞാനും അമ്മയല്ല, ഞാനും ഹസ്ബൻഡും കൂടെയാണ് കുക്ക് ചെയ്യാൻ പോണത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുക്കിംഗ് ഏറ്റെടുത്തു. അമ്മയ്ക്ക് ഇന്ന് പപ്പ ഇന്ന് പറമ്പിൽ കുറച്ച് തെങ്ങിന്റെ ചോടെല്ലാം കളയ്ക്കുന്നുണ്ട്. അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പോയി. അപ്പൊ ഞങ്ങൾ അത് രണ്ട് സന്തോഷത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട്. ഹസ്ബൻഡ് നന്നായിട്ട് കുക്കിംഗ് അറിയും. അതുകൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ അമ്മയോട് പറഞ്ഞത് ചിക്കൻ കറി വെച്ചോളാന്ന് പറഞ്ഞു. ഹസ്ബൻഡ് നല്ല മീൻ കറി വെക്കും, ചിക്കൻ കറി വെക്കും, എല്ലാം ചെയ്യും. ഇന്നിപ്പോ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എന്താവോന്ന് അറിയില്ല. എന്നോട് ആദ്യം അങ്ങനെ പറഞ്ഞു, നീയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിക്കൻ കുളം ആവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാൻ നിന്നു. അങ്ങനെ സവാളയൊക്കെ നന്നായിട്ട് നൈസായിട്ട് കുനുനാന്നിട്ട് അരിഞ്ഞിരും. എന്നെയും കൊണ്ട് അങ്ങനെ സാധിക്കില്ല. ഞാൻ കുറേ ശ്രമിച്ചു, കൈ മുറിയെന്നല്ലാണ്ട് വേറെ പ്രയോജനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ തക്കാളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഞാൻ കട്ട് ചെയ്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് പേസ്റ്റ് ആക്കി വെക്കണം. പിന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചാൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് ഈ ചിക്കനിലേക്ക് ഉപ്പ് ഇട്ട് പിന്നെ തിരുമ്മി വെക്കണം. തിരുമ്മിയിട്ട് 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കണം. അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ചിക്കൻ കഴുകുന്ന വീഡിയോ, ഇങ്ങനെ മസാലയൊക്കെ ഒന്ന് മൂപ്പിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ഉരുളി ചൂടായതിനു ശേഷം എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് പിന്നെ കറിവേപ്പില ഇട്ടു. അതിന്റെ ഇടയ്ക്ക് പച്ചമുളകും എങ്ങനെയോ ഇട്ടു. എനിക്കറിയത്തില്ല, കയ്യബദ്ധമാണ്, ഞാനാണ് ഇടുന്നത്. കയ്യബദ്ധം പറ്റി. അങ്ങനെ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. അതിനുശേഷം കറണ്ടും കൂടെ പോയി. അപ്പൊ ഇത് കരിഞ്ഞു പോവുകയും ചെയ്തു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, നിന്നെ കൂട്ടിന് വിളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെ ചെയ്തോളാം പലതവണ പറഞ്ഞു. ഞാൻ തന്നെ ചെയ്തോളാം, നീ എന്നെ ഒന്ന് സഹായിച്ചു തന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് അത് മൊത്തം ഞാൻ അങ്ങ് ഏറ്റെടുത്തു. അപ്പൊ കുളമായി. പിന്നെ സവാളയൊക്കെ ഇട്ട് അതിനകത്തിട്ട് വഴറ്റിയെടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് പെട്ടെന്ന് വഴണ്ടി കിട്ടും. പിന്നെ അതിനുശേഷം തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം മാത്രം ചിക്കൻ ഇടാൻ പാടുള്ളൂ. പിന്നെ ഇന്ന് കുക്കിങ് മൊത്തം ഏറ്റെടുത്തൊക്കെയല്ലേ ഉച്ചയ്ക്ക്. ചോറ് അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ വേകുന്നുണ്ട്. അതൊന്നും നോക്കണ ഇടയ്ക്ക് അടുപ്പ് കെട്ടു പോയിട്ടുണ്ട്. പിന്നെ പണി കിട്ടും. ഊതി കത്തിക്കാൻ ഭയങ്കര പാടാണ്. ഗ്യാസിനൊക്കെ ഭയങ്കര വില കൂടി, ഗ്യാസ് കിട്ടാനും ഇല്ല ഞങ്ങളുടെ ഇപ്പം ഈ ഏരിയയിലൊന്നും. അങ്ങനെ ചിക്കനും ഇട്ട് അതിനകത്ത് സവാളയൊക്കെ വഴണ്ടി വന്നതിന് ശേഷമാണ് ചിക്കനും ഇട്ട് കുറേ നേരം ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്ത് കുറച്ച് നേരം അത് മൂടി വെച്ച് കഴിയുമ്പോൾ ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ, ചിക്കനുള്ള വെള്ളമില്ല, അത് ഊറി വരും. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറേ നേരം ഇളക്കി കഴിഞ്ഞാൽ മാത്രമേ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, ഇച്ചിരി നല്ല തിളച്ച വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം. നമുക്ക് ചാറനുസരിച്ച്, ഞങ്ങൾക്ക് ചാറ് അധികം വേണ്ട, ഗ്രേവി ആയിട്ട് വേണ്ടത്. അപ്പം കുറച്ച് ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് അത് തിളച്ച് വരണം. അത് ഒന്ന് തിളച്ച് വന്ന് ചിക്കനൊക്കെ റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ ചിക്കൻ കറി റെഡിയായി. അതിന് ശേഷം ചോറൊക്കെ വാർത്തു. എൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വെച്ച ചിക്കൻ കറിയാണ്. ആദ്യം സവോള കടുകെല്ലാം കരിഞ്ഞു പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ദൈവമേ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ കരുതിയതായിരുന്നു. പക്ഷെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കണ വീഡിയോ എടുക്കാനും പറ്റിയില്ലായിരുന്നു. അതിനുശേഷം വൈകുന്നേരം ചേച്ചിയും 2 പിള്ളേരും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അമ്മേനെ 2 ദിവസം മുമ്പ് വിളിച്ചു പറഞ്ഞു, എനിക്ക് ഉള്ളിവട ഉണ്ടാക്കി വെക്കണേ അമ്മയെന്ന് പറഞ്ഞു പിള്ളേര്. അപ്പൊ അവൻ സവാള അരിഞ്ഞു കൊടുത്തു. പിന്നെ നല്ല നൈസായിട്ട് അരിയല്ലോ. അപ്പം എൻ്റെ അമ്മ അത്ര നൈസായിട്ട് അരിയത്തില്ല, അമ്മയ്ക്കും അങ്ങനെ നൈസായിട്ട് അരിയും. പക്ഷെ അവൻ അരിയുന്ന അത്ര സ്പീഡിലൊന്നും അരിയത്തില്ല. അങ്ങനെ സവാള അവൻ അരിഞ്ഞു കൊടുത്തു. അതിൽ കുറച്ച് കടലമാവ് പൊടി ഇട്ടു. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു. കുറച്ച് പച്ചമുളക് ഇടാത്തതെന്ന് വെച്ചാൽ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പൊ പച്ചമുളക് അടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ അവർ കഴിക്കില്ല. അതുകൊണ്ടാണ് മുളക് പൊടി ഇട്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു കട്ടൻ ചായയും വെച്ചു, കുറച്ച് മിക്സറൊക്കെ കഴിച്ചു. വൈകുന്നേരം ആയല്ലോ. പിന്നെ അടുപ്പത്തൊരു ചീച്ചട്ടി വെച്ചു, ഓയിൽ ഒഴിച്ചു. പിന്നെ ചൂടായതിനു ശേഷം ഓരോരോ നമ്മളിങ്ങനെ ഒരു ഉണ്ട പോലെ ഉണ്ടാക്കിയിട്ട് ഓയിലിലേക്ക് ഇടണം. തിളച്ച് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് അങ്ങനെ ഉള്ളിവടയും റെഡിയായി. പിന്നെ ക്ലീനിങ് ആണ്. ഇത് മൊത്തം പാത്രമെല്ലാം കഴുകി വെക്കണ്ടേ. അങ്ങനെ ഞാനും അവനും കൂടെ ക്ലീൻ ചെയ്തു. എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എല്ലാ കാര്യത്തിനും. എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഭയങ്കര ഒരു എല്ലാ ഹസ്ബൻഡുമാരും അങ്ങനെ ഹെൽപ്പ് ചെയ്യും എല്ലാവരെയും. അങ്ങനെ എന്നെ പാത്രം കഴുകാനും അടിച്ചു വാരാൻ, ഞാൻ പാത്രം കഴിയുന്ന സമയത്ത് അവനിങ്ങനെ അടിച്ചു വാരി ഇട്ട് വന്ന് തുടക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, സീ യു.